അമ്മയ്ക്കറിയാലോ, എന്റെ മൂക്കിന്റെ താഴെ മീശ പൊടിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് ഈ വീട് വിട്ടു പോയതാ ഞങ്ങളുടെ അച്ഛൻ. അന്ന് മുതൽ ഈ വീടിന്റെ മേൽക്കൂര ചുമക്കുന്നവനാ ഞാൻ. ഇന്ന് വരെ ഈ വീട്ടിൽ ആരും പട്ടിണി കിടന്നിട്ടില്ല. ഉണ്ടോ? അസുഖം വന്നാൽ മരുന്ന് വാങ്ങാതിരുന്നിട്ടില്ല. ഉണ്ടോ? അനിയത്തിമാരുടെ പഠിത്തം മുടക്കിയിട്ടില്ല. ഉണ്ടോ? എന്നിട്ട് എന്നെ വേണ്ടാന്നുണ്ടെങ്കിൽ അവൾക്ക് എന്തിനാ ഞാൻ ഈ സമ്മാനം കൊടുക്കുന്നത്? ഇത് ഈ മുറ്റത്ത് വെച്ച് എന്നെ കത്തിക്കാൻ പോവുക ഞാൻ. അവളിടണ്ട ഞാൻ കൊണ്ടുവന്ന ഈ ഉടുപ്പ്. വീട് മുത്തശ്ശ. വേണ്ട മോനെ, വേണ്ട മോനെ, ഞാൻ പറയുന്നേക്ക് മോനെ. എന്താ ഇവിടെ? വിനയൻ വീണയ്ക്ക് വേണ്ടി വാങ്ങിയ ഗിഫ്റ്റ് കത്തിക്കാൻ പോവുക. എന്റെ ഈശ്വര, ഇവൻ എപ്പോഴും വെട്ടൊന്ന് മുറി രണ്ടാണല്ലോ. ആഹാ, ഇത് കൊള്ളാലോ. എനിക്ക് വേണ്ടി വാങ്ങിച്ചാണോ ഏട്ടാ? അല്ല, നീ ഇതിങ്ങെടുത്തേ. ഞാനിത് കത്തിക്കാൻ പോവാ. ചൂടാ, എന്തിനാ ഇത് വെറുതെ കത്തിക്കാൻ പോകുന്നത്? വിസ്മയ, നീ വെറുതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത്. അതിന് തരാനാ പറഞ്ഞത്. തരാൻ. ഇങ്ങെടുക്ക. പ്രശ്നം ഉണ്ടാക്കും. ചുരിദാറ് കത്തിക്കാൻ പോകുന്നതിനല്ല, ദാ ഈ കാര്യത്തില്. അതെ, ഈ ലൈറ്റർ ഏട്ടന്റെ പോക്കറ്റിൽ എങ്ങനെ വന്നു? വീണ്ടും തുടങ്ങിയോ സിഗരറ്റ് വലി? എന്താ മിണ്ടാത്തെ? പറ, ഇതെന്തിനാ കൊണ്ടു നടക്കുന്നേന്ന്. അത് പിന്നേക്ക് വെക്കണ്ട. ഏട്ടൻ പഠിപ്പിച്ച നാളെ ഡോക്ടർ ആക്കാൻ പോകുന്ന സ്വന്തം അനിയത്തിയാ ചോദിക്കുന്ന. കിടന്നുരുളാതെ ഉത്തരം പറ. ബോംബെക്ക് പോയപ്പോഴേ നന്നായിട്ട് സിഗരറ്റ് വലിച്ചല്ലേ? നീ ആളെ വിട്ടേ. അങ്ങനെ പോയാലെങ്ങനെ? നിക്കവിടെ. അതെ, ഏട്ടൻ ആരാ ഈ വീടിന്റെ? ഞങ്ങളെ ഊട്ടി, ഞങ്ങളെ ഉടുപ്പിച്ച്, ഞങ്ങളെയൊക്കെ ഉറക്കി കാവലിരിക്കുന്ന കൊച്ചു കാരണവര്. എന്താ ശരിയല്ലേ? 100% ശരി. അതാ. അപ്പൊ ആ ഗൃഹനാഥന്റെ ആരോഗ്യം നോക്കേണ്ടതേ ഞങ്ങളുടെ ഉത്തരവാദിത്വം. ഇപ്പൊ ഈ നിമിഷം എന്റെ തലയിൽ കൈവച്ച് സത്യം ചെയ്യണം. പെട്ടെന്നാവട്ടെ. അതെ അതെ അതെ, പെട്ടെന്നാവട്ടെ. സമയം പോകുന്നു. അത് കറക്റ്റ്. എന്താടാ ഡോക്ടർ പറഞ്ഞ കേട്ടൂടെ? പെട്ടെന്ന് സത്യം ചെയ്യണ. ഇലഞ്ഞിക്കൽ കുടുംബമുറ്റത്ത് വെച്ച് വിനയചന്ദ്രൻ എന്ന ഞാൻ സത്യം ചെയ്യുന്നു, ആരോഗ്യത്തിന് ദോഷം ചെയ്യുന്ന ഒരു ലഹരിയും ഇനി മേലിൽ ഞാൻ ഉപയോഗിക്കില്ല. ആരോഗ്യത്തിന് ദോഷം ചെയ്യുന്ന ഒരു ലഹരിയും ഞാൻ ഉപയോഗിക്കില്ല. ഇത് സത്യം. ഇത് സത്യം. പിന്നെ സഹോദരിമാർക്കുള്ള സമ്മാനങ്ങള് ഒരിക്കലും കത്തിക്കില്ല. സഹോദരിമാർക്കുള്ള സമ്മാനങ്ങൾ മനുഷ്യനെ. നന്നായി മോളെ. ഓരോ ചെറിയ കാര്യത്തിനും പെട്ടെന്ന് വിഷമിക്കുന്ന മനസ്സാ അവന്റേത്. ഇന്നിപ്പോ നീ അവന്റെ മനസ്സ് മാറ്റിയെടുത്തല്ലോ. അതെ അതെ, ഈ കുടുംബത്തിന്റെ മേലൊരു കാർമേഘം ഉരുണ്ടുകൂടുമ്പോ കാറ്റായും വെളിച്ചമായും എന്ന് നീ ഉണ്ടാവണം, വീടിന്റെ വിളക്കായിട്ട്. ഫ്ലവേഴ്സിൽ
ഫ്ലവേഴ്സിൽ 2 പുതിയ പരമ്പരകൾ. വീട്ടിലെ വിളക്ക് എല്ലാ ദിവസവും രാത്രി 8:30 ഫ്ലവേഴ്സിൽ. മഹാലക്ഷ്മി എല്ലാ ദിവസവും രാത്രി 9 മണിക്ക് ഫ്ലവേഴ്സിൽ.